GK ക്വസ്റ്റ്യനുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. 2025 വനിതാ ലോകകപ്പ് ചാമ്പ്യൻ ആര്? ഇന്ത്യ. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? KG ശങ്കരൻ പിള്ള. 2025 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായവർ ആരെല്ലാം? മേരി ഇ. ബ്രാൻകോ, ഫ്രെഡ് റാംസ്ഡാൽ, ഷിമോൻ സക്കാഗുച്ചി. പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിനെ പറ്റിയുള്ള ഗവേഷണത്തിനാണ് അവർക്ക് നോബൽ കിട്ടിയത്. സംസ്ഥാനത്തെ ആദ്യ ജലബന്ധാര തടയണ പദ്ധതി ഏത്? ഭാരതപ്പുഴ, കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത്. എന്താണ് ജലബന്ധാര തടയണ പദ്ധതി? ജലപ്രവാഹം നിയന്ത്രിക്കുന്നതിനുള്ള പദ്ധതി. 2025 സമാധാനത്തിനുള്ള നൊബേൽ ലഭിച്ചതാർക്ക്? മരിയ കൊറീന മച്ചാഡോയ്ക്ക്. വെനസ്വേലയുടെ ഉരുക്കു വനിത. വെനസ്വേലയിലെ ജനാധിപത്യ മനുഷ്യാവകാശ പ്രവർത്തകയാണ് ഇവര്. ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമാധാനപൂർവമായ പോരാട്ടത്തിനാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയത്. 2025 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്ക്? ഈ സന്തോഷ് കുമാറിന്. തബോ മയ്യുടെ അച്ഛൻ എന്ന കൃതിക്ക്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ 15ാമത്തെ ഉപരാഷ്ട്രപതി ആര്? CP രാധാകൃഷ്ണൻ. തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിയാണ്. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? വിനോദ് കുമാർ ശുക്ലക്ക്. ഛത്തീസ്ഗഡിലെ ഹിന്ദി എഴുത്തുകാരനാണ്. കഥ, കവിത, നോവൽ തുടങ്ങി സാഹിത്യ മേഖലകൾക്ക് നൽകിയ സംഭാവന പരിഗണിച്ചാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയുടെ ടൈഗർമാൻ എന്നറിയപ്പെടുന്നത് ആര്? വാൽമീകി താപ്പർ. ലോകത്തിലെ പ്രശസ്ത വന്യജീവി സംരക്ഷകൻ. 2025-2026 അധ്യയന വർഷത്തിൽ പൊതുവിദ്യാലയങ്ങളിലുള്ള കുഞ്ഞുങ്ങളുടെ പഠനവും കഴിവുകളും ഉറപ്പുവരുത്തുന്നതിന് ഉൾപ്പെടുത്തിയിരിക്കുന്ന പദ്ധതി ഏത്? സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി. 2025 ലോക ജല ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഹിമാനികളുടെ സംരക്ഷണം. എന്താണ് ഹിമാനികൾ? കരയിലൂടെ ഒഴുകി നടക്കുന്ന കൂറ്റൻ മണ്ണുകളാണ് ഹിമാനികൾ. സമുദ്രങ്ങൾ കഴിഞ്ഞാൽ ഭൂമിയിലെ ഏറ്റവും വലിയ ജലസംഭരണിയാണ് ഹിമാനികൾ. എന്നാണ് ജലദിനം? മാർച്ച് 22. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിതയാര്? സഫ്രീന ലത്തീഫ്. 2025 മെയ്. 2025 50ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം. ആര്യഭട്ട. ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരള സംസ്ഥാന പദ്ധതി ഏത്? ബന്ധു ക്ലിനിക് പദ്ധതി. അതിഥി തൊഴിലാളികളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ബന്ധു ക്ലിനിക് പദ്ധതി. അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കാൻ രാജ്യത്ത് ആദ്യമായി ചികിത്സാ മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനമേത്? കേരളം. കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതമാണ് അടുത്തിടെ ചിത്രശലഭ സങ്കേതമായി മാറ്റാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്? ആറളം വന്യജീവി സങ്കേതം. ലോകത്തിലെ ഏറ്റവും വലിയ പാലം ഏത്? ചെനാബ് പാലം. ഇന്ത്യയിലെ കാശ്മീരിലാണ്. ജമ്മു കാശ്മീരിലാണ്. 2025 ജൂണിലായിരുന്നു ഉദ്ഘാടനം കഴിഞ്ഞത്. ലോകത്തിലാദ്യമായി പരമ്പരാഗത വിജ്ഞാന ഡിജിറ്റൽ ലൈബ്രറി ആരംഭിച്ച രാജ്യമേത്? ഇന്ത്യ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ ഉള്ള ജില്ല ഏത്? തൃശൂർ. ഏത് അറബ് രാഷ്ട്രമാണ് 2025 സമൂഹത്തിന്റെ വർഷമായി പ്രഖ്യാപിച്ചത്? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. UAE. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ വനിതാ താരത്തിന്റെ വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് നേടിയത് ആര്? സ്മൃതി മന്ദാന. ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരമായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് 2023 പുരസ്കാരത്തിന് അർഹനായത് ആര്? മോഹൻലാൽ.
ഈ അവാർഡ് കൊടുത്തത് 2025 അന്തരിച്ച കേരള മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായി കാട്ടുകാശി തുമ്പക്ക് നൽകിയ പേരെന്ത്? ഇംപാറ്റിയൻസ് അച്യുതാനന്ദിനി. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ഭരതനാട്യ നർത്തകിയും ചെന്നൈ കലാക്ഷേത്രത്തിലെ അധ്യാപികയുമായ വ്യക്തിയാര്? ശാരദാ ഹോഫ്മാൻ. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക്. താങ്ക് യു. ഇനിയും ഞങ്ങൾ GK ക്വിസുമായി വരും. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.